നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ട്രോസ്റ്റിൻ്റെ ഒരു കൈയിൽ അമ്പ് തുളച്ച് കയറിയത് കാരണം കൊണ്ട് ആ കൈ ഇങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രോസ്റ്റിൻ ഫ്ലോക്കിയുടെ അടുത്ത് ആ കൈയിനെ ഇങ്ങനെ മുറിച്ച് കളയാനായിട്ട് ആവശ്യപ്പെടും. അപ്പം തന്നെ ഫ്ലോക്കിയും ആ കൈ അങ്ങനെ മുറിച്ചെടുക്കും. പിന്നെ അതിനുശേഷം കൊടും മഞ്ഞത്ത് കാത്തഘട്ടിലേക്ക് ഒരു അപരിചിതൻ ഇങ്ങനെ നടന്നു വരും. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ കാത്തഘട്ടിലേക്ക് വന്നതും അപ്പം തന്നെ ഹെൽഗ അദ്ദേഹത്തെ കാണാം. അപ്പം അദ്ദേഹം ഹെൽഗയുടെ അടുത്ത് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് സഹായം ചോദിക്കും. അതിനുശേഷം ആത്തലിസ്റ്റൻ ലഗാത്തയുടെ മുന്നിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും മുകളിലേക്ക് ഇങ്ങനെ പൊക്കും. ഇങ്ങനെ പൊക്കിയതും അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളിലും ഇതിനു മുൻപ് കുരിശ് തറച്ചത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ രണ്ട് കൈകളിലൂടെ ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരും. ഈ സീന് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിനും വൈക്കിങ്ങുകൾക്കും തമ്മിൽ, അവരുടെ രണ്ട് മതവിശ്വാസികൾക്കും തമ്മിൽ ചോരയൊഴുക്കാൻ പോവാണ് എന്നാണ്. അതായത് ഒരു വലിയൊരു യുദ്ധം നടക്കാൻ പോവാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിങ്സ് സീസൺ 3 എപ്പിസോഡ് 3 വാരിയേഴ്സ് ഫേറ്റ്. തുടക്കത്തിൽ തന്നെ കാത്തഘട്ടിലേക്ക് ഹെൽഗ ആ കൊടും തണുപ്പത്ത് കയ്യിലൊക്കെ മുറിവായിട്ടുള്ള അദ്ദേഹത്തെ ഗ്രേറ്റ് ഹാളിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. അവിടെ ആസ്ലോഗ്, അവളുടെ കുട്ടികൾ, സിഗിയും ഉണ്ട്. ഇപ്പോൾ ഹെൽഗ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറയും, ഈ അപരിചിതനെ ഞാൻ അങ്ങാടിയിൽ വെച്ചാണ് പരിചയപ്പെട്ടത്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറിവായിട്ടുണ്ട്, സഹായം ചോദിച്ചു എന്ന് പറയും. അപ്പം ആസ്ലോഗും തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കാം, വരൂ ചൂടുകായാം എന്ന് പറയും. എന്നിട്ട് അവൻ്റെ മുറിവുകളിലൊക്കെ ആസ്ലോഗ് ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കും. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ചോദിക്കും. എനിക്കറിയില്ല, ഞാൻ വരുന്ന വഴിയിൽ എന്തോ പറ്റിയതാണ് എന്ന് പറയും. ശരി, നിങ്ങളുടെ പേരെന്താണ്? ഹാർബാഡൻ എന്ന് പറയും. ശരി, നിങ്ങളെല്ലാവരുടെയും പേരെന്താണെന്ന് പറഞ്ഞ് ചോദിക്കും. ഞാൻ ക്യൂൻ ആസ്ലോഗ്, റാഗ്നർ ലോത്ബ്രോക്കിൻ്റെ ഭാര്യയാണ്. ഇത് സിഗി, ഏൾ ഹാറോൾസിൻ്റെ ഭാര്യയാണ്, ഇപ്പോൾ വിധവയാണ്. ഇത് ഹിൽഗ, കപ്പൽ നിർമ്മാതാവായ ഫ്ലോക്കിയുടെ ഭാര്യയാണ്. ഞാൻ കിങ് റാഗ്നറിനെ പറ്റി ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹം പ്രശസ്തമാണല്ലോ. ക്യൂൻ ആസ്ലോഗ് നിങ്ങളാരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. വിഷസർപ്പമായ ഫിൻഡറിനെ കൊന്ന സിഗരറ്റിൻ്റെ മകളല്ലേ? അപ്പ സിഗി, നിങ്ങളെ കാണുമ്പോൾ തറയിൽ കിടക്കുന്നത് പോലുണ്ടല്ലോ. അപ്പ ഹാർബാഡൻ, തല ചായ്ക്കാൻ കഴിയുന്ന എവിടെയും ഞാൻ കിടന്നുറങ്ങും. ഞാനൊരു നാടോടിയാണ്. ചില സമയങ്ങളിൽ ആളുകൾ എനിക്ക് നല്ല സൗകര്യമുള്ള കിടക്കകൾ തരും, ചില സമയങ്ങളിൽ കന്നുകാലികൾക്കൊപ്പമായിരിക്കും. എവിടെയാണെങ്കിലും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പ സിഗി അവനിങ്ങനെ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കും. എനിക്ക് അവർ കിടക്കകൾ തരുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ച് പ്രതിഫലമായിട്ട് നൽകുന്നത് എൻ്റെ കഥകളാണ്. എൻ്റെ യാത്രയെപ്പറ്റിയുള്ള കഥകൾ, ദൈവങ്ങളെപ്പറ്റിയുള്ള കഥകൾ, ചിലപ്പോൾ രണ്ടും പറയും. അപ്പോൾ ക്യൂൻ ആസ്ലോഗ്, നിങ്ങൾക്ക് ഞാൻ കിടക്കാനായിട്ട് സ്ഥലം തരാം, നമുക്കൊരുമിച്ച് അത്താഴവും കഴിക്കാമെന്ന് പറയും. എവിടെ? വെക്സസിൽ കിങ് എഗ്ബത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള പ്രഭുക്കന്മാരും സൈനികരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രഭുക്കന്മാർ 3 പേര് കിങ് എഗ്ബത്തിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കിങ് എഗ്ബത്തിൻ്റെ ചെവിയിൽ കേൾക്കും. എന്നിട്ട് പറയും, നിങ്ങളെൻ്റെ പുറകിൽ നിന്ന് സംസാരിക്കുന്നു, ദയവ് ചെയ്ത് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മനസ്സ് കാണിക്കൂ എന്ന് പറയും. ഇപ്പോൾ അവർ 3 പേരും കൂടെ പറയും, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നില്ലേ മൈലോട്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നമ്മുടെ മണ്ണ് സൗജന്യമായി ആ വിശ്വാസികൾക്ക് നൽകുന്നത് എന്തിനാണ്? അത് തന്നെ വലിയ തെറ്റാണ്. എന്തിനാണ് നമ്മുടെ കൃഷിരീതി വിദ്യകളും അവർക്കായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങളോട് ഉപദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് തിരിച്ച് അവരുടെ കപ്പൽ നിർമ്മാണ രീതിയും മറ്റും നമുക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞൊരു ഉടമ്പടി വയ്ക്കുന്നില്ല? അതുമാത്രമല്ലാതെ നമ്മുടെ മണ്ണിൽ അവർക്ക് കൃഷി ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ ദൈവങ്ങളെ അവരോട് അംഗീകരിക്കാൻ പറയാനായിട്ട് ആവശ്യപ്പെടുന്നില്ല? അപ്പം കിങ് എഗ്ബത്ത്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ സംഭവം എന്താണെന്നാൽ റാഗ്നർ ലോത്ബ്രോക്ക് എന്നുള്ളൊരു ശക്തനായിട്ടുള്ള നോർത്ത് ഇപ്പോഴും നമുക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. മേഴ്സിയ എന്നൊരു വലിയൊരു അതിസമ്പന്നമായിട്ടുള്ള രാജ്യം, പ്രിൻസസ് കുന്തനത്ത് എന്നൊരു കളിപ്പാവഴി നമ്മുടെ കയ്യിലെത്തും. ഇനി പറ, നിങ്ങളിൽ ആരാണ് ഇംഗ്ലണ്ടിൻ്റെ നല്ലൊരു ഭാഗം നേടിത്തരാൻ കലിപ്പുള്ള ഒരു സഖ്യത്തേക്കാൾ വലിയൊരു കൃഷിഭൂമി ഉണ്ടെന്ന് പറയുന്നത്? മാത്രമല്ല, ഭാവിയിൽ ഈ കരാർ അതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? ഇപ്പം പറ, എൻ്റെ നയം തെറ്റാണോ? ചില കാര്യങ്ങളിൽ ഞാൻ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ വിധിയെക്കുറിച്ചും ചിന്തിക്കില്ലെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഇനി പറ, ഞാൻ വെക്സസ് ഭരിക്കാൻ യോഗ്യനല്ലേ? ഇപ്പോൾ ഒരുത്തനും വേണ്ടില്ല, എല്ലാവരും ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കും. ഇതാണ് ശരിക്കും രാജതന്ത്രം എന്ന് പറയുന്നത്. കിങ് എഗ്ബത്ത് അങ്ങനെ ചിന്തിക്കുന്നൊരു കിങ് ആണ്. ഇവിടെ യുദ്ധത്തിന് പോയ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടാരം അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ റാഗ്നറിൻ്റെ അടുത്ത് പോയിട്ട് ഫ്ലോക്കി ഇതുപോലെ പറയും, എന്തിനു വേണ്ടിയാണ് റാഗ്നർ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്ത്യൻസിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ഈ കിങ് എഗ്ബത്തിൻ്റെ ഈ വൃത്തികെട്ട പണി നമ്മൾ എന്തിനു ചെയ്യണം? അപ്പം റാഗ്നർ, ഇത് നിനക്ക് വേണ്ടിയില്ല ഫ്ലോക്കി, നിൻ്റെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടിയാണ്, നമ്മുടെയും അവരുടെയും നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്. മാത്രമല്ല, ക്രിസ്ത്യൻസിനും നമുക്കും തമ്മിൽ അവസാനമേ ഇല്ലാതെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ എനിക്ക് താല്പര്യമില്ല. നിനക്ക് പ്രാന്താണ് റാഗ്നർ. നമ്മുടെ ദൈവങ്ങളാണ് യഥാർത്ഥ ദൈവം. അവർ ആരാധിക്കുന്ന ദൈവവും നമ്മുടെ ദൈവവും തമ്മിൽ യാതൊരു രീതിയിലും യോജിപ്പ് വരുന്നില്ല. ഏതെങ്കിലും ഒന്ന് പ്രാബല്യത്തിൽ വന്നേ പറ്റൂ.
ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ വിജയം നമ്മളെല്ലാവരുടെയും മരണവും നാശവുമാണ്. അപ്പോൾ റാഗ്നർ ദേഷ്യത്തിൽ നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ റോളോ നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ മുന്നിൽ ഉള്ളതൊരു വലിയ പർവ്വതമാണ്. നമ്മളിൽ ചിലർ ഇതുപോലൊരു പ്രഭാതം നാളെ കാണുമോ ഇല്ലയോ എന്നുള്ളത് പോലും സംശയമാണ്. അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. പരസ്പരം എല്ലാവരും നന്നായിട്ട് സംസാരിക്കൂ. നമ്മൾ ഇതുവരെ ഒരുമിച്ച് നേടിയതെല്ലാം ഒന്ന് ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും സമാധാനപ്പെടുത്തും. ഇവിടെ പൂർവ്വനും ബിയാണും കൂടെ യുദ്ധത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലും സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ റാഗ്നർ ഇങ്ങനെ ബിയാൻ്റെ അടുത്ത് വന്ന് ഡാ നിൻ്റെ ആക്രാന്തമെല്ലാം കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ കുന്തനത്ത് വന്ന് പറയും ദയവ് ചെയ്ത് എൻ്റെ സഹോദരനെ വെറുതെ വിടണം എന്ന് പറഞ്ഞിങ്ങനെ കെഞ്ചും. റാഗ്നറും അദ്ദേഹത്തിൻ്റെ സൈനികരെല്ലാവരും കൂടെ ഇങ്ങനെ പ്രിൻസസ് കുന്തനത്തിൻ്റെ സഹോദരൻ ഉള്ള ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രോസ്റ്റിൻ കാണും. അപ്പോൾ ട്രോസ്റ്റിൻ റോളോ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി, എനിക്കും യുദ്ധത്തിന് ഇറങ്ങണം. അപ്പോൾ റോളോ നിനക്ക് യുദ്ധത്തിന് ഇറങ്ങാൻ കഴിയില്ല, നീ വിശ്രമിക്ക്. എടാ എനിക്ക് ഒരു കൈയില്ലെങ്കിൽ എന്താണ്, വേറൊരു ഇരുമ്പ് കൈ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പിടിവാശി കാണിക്കും. അപ്പോൾ റോളോയ്ക്കും വേറെ വഴിയില്ലാതെ ശരി വാടാ എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ കിങ് എഗ്ബത്ത് ലഗാത്തുള്ള സ്ഥലത്തേക്ക് വരും. വന്നിട്ട് പറയും ഞാൻ നിങ്ങൾക്കായി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പുതിയ തരം കലപ്പയാണ്. ഇത് മണ്ണിന് മുകൾ ഭാഗം മാത്രം ഇളക്കി പോകുന്നതല്ല, മൂർച്ചയുള്ള ഭാഗം മണ്ണിന് താഴെ വരെ ഇറങ്ങിച്ചെന്ന് മണ്ണിനെ മുഴുവനായിട്ടും ഇളക്കിയെടുക്കും. ഞങ്ങളിൽ ഒന്നിത് പരീക്ഷിച്ചു നോക്കി. വിണ്ടുകീറിയ ആ മണ്ണിലെ വളം ചേർത്തൊന്ന് ഉഴുതെറിഞ്ഞപ്പോൾ ധാന്യത്തിൻ്റെ അളവും വിളവെടുപ്പും കൂടി. അപ്പം ലഗാത്ത ഇത് നിങ്ങൾ ഞങ്ങൾക്കായി തരുവാണോ? അതെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. നമ്മുടെ സംസ്കാരത്തെപ്പറ്റി കൂടുതലായി അറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും വിത്ത് വിതയ്ക്കുന്ന രീതിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അതല്ലേ? സത്യമാണ്. നിങ്ങൾക്കും ആത്ലസ്റ്റനും എപ്പോൾ വരണമെന്ന് തോന്നിയാലും എൻ്റെ കോട്ടയിലേക്ക് വന്നോളൂ. ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് പോകും. ഇപ്പോൾ ലഗാത്തയ്ക്ക് നല്ല സന്തോഷമായി. ഇപ്പോൾ അവൾക്കും കിങ് എഗ്ബത്തിൻ്റെ മേലൊരു താല്പര്യം വരാൻ തുടങ്ങി. ഇപ്പോൾ റാഗ്നറും നമ്മുടെ വൈക്കിങ്ങുകളെല്ലാവരും കൂടെ ഒരു വലിയൊരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടാണെങ്കിൽ ആ മലയുടെ മുകളിൽ അങ്ങ് ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബിയാൻ മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി നോക്കും. പക്ഷേ അവനെ കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ തിരിച്ചു വരും. അപ്പോൾ റാഗ്നർ ഞാൻ തന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ട്രോസ്റ്റിൻ വേണ്ട, ആദ്യം ഞാൻ തന്നെ പോയി നോക്കാമെന്ന് പറയും. ഇപ്പോൾ ട്രോസ്റ്റിൻ മാത്രം ഒറ്റ കയ്യിൽ ഷീൽഡ് മാത്രം വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ആ മലയുടെ മുകളിൽ കയറിപ്പോയി നോക്കും. അങ്ങനെ കയറിപ്പോയി നോക്കിയതും അവിടെയാണിപ്പോൾ എല്ലാവരും ഉള്ളത്. അതായത് കുന്തനത്തിൻ്റെ സഹോദരനും അവരുടെ സൈന്യവും ഉള്ളത്. ഇപ്പോൾ അവർ ട്രോസ്റ്റിനെ കണ്ടതും അവർ ട്രോസ്റ്റിനെ നോക്കി അമ്പ് ചെയ്യും. അതിൽ ഒരു ചില അമ്പുകളൊക്കെ ട്രോസ്റ്റിൻ ഷീൽഡ് കൊണ്ട് തടുക്കും. പിന്നെയും 2-3 അമ്പുകൾ ട്രോസ്റ്റിൻ്റെ കാലിൽ തന്നെ തുളച്ച് കയറും. ട്രോസ്റ്റിന് അങ്ങനെ നടക്കാൻ പറ്റാതെ അങ്ങനെ നിലത്തിന് താഴെ വീഴും. ഇപ്പോൾ അവരുടെ പടയാളികൾ ട്രോസ്റ്റിനെ നോക്കി ഇങ്ങനെ വരും. അപ്പോൾ തന്നെ ട്രോസ്റ്റിൻ ഓടിൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് തുളച്ച് കയറിയ അമ്പിലൊന്ന് പറിച്ചെടുത്തിട്ട് അവരുടെ പടയാളി അങ്ങനെ കുത്തിക്കൊല്ലും. ഇത് കാണുന്ന അവരുടെ 2 പടയാളികൾ ട്രോസ്റ്റിനെ വാളും കൊണ്ട് കുത്തിക്കൊല്ലും. ഇപ്പോൾ ട്രോസ്റ്റിൻ അവിടെ വെച്ച് തന്നെ ആ യുദ്ധകളത്തിൽ വെച്ച് തന്നെ വീരമരണമാവും. ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ നന്നായിട്ട് അറിയാം ഒരു കൈ ഇല്ലാതെ ഈ ലോകത്ത് അതിജീവിക്കാനായിട്ട് പറ്റില്ല എന്ന്. എന്തിനെ വയസ്സായിട്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പോരാളിയായിട്ട് ഒരു യുദ്ധകളത്തിൽ വീരമരണം ആയിക്കഴിഞ്ഞാൽ ചരിത്രം വാഴ്ത്തി പറയും, പിന്നെ വൽഹല്ലയിലേക്കും പോകാൻ പറ്റും എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ട്രോസ്റ്റിൻ എവിടെയാണ്, ഇത്ര നേരമായിട്ട് ആളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് റാഗ്നറും എല്ലാവരും കൂടി ഇങ്ങനെ ഓടി വരും. ട്രോസ്റ്റിൻ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് ഇപ്പോൾ എല്ലാവർക്കും നല്ല ദേഷ്യം വരും. എല്ലാവരും കൂടി ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ഓടി വരും. ഇപ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിലാണെങ്കിൽ എപ്പോഴും പോലെ തന്നെ റാഗ്നർ, റോളോ, ഫ്ലോക്കി ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ അടിക്കും. കണ്ണി കാണുന്ന എല്ലാവരും ഇങ്ങനെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൂർവ്വനുണ്ടല്ലോ അവളൊരു സൈനികൻ്റെ നിന്ന് നന്നായിട്ട് ഇങ്ങനെ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൈനികൻ പൂർവ്വൻ്റെ മുഖത്തിട്ട് നന്നായിട്ട് കുത്തും. എന്നിട്ട് വാളും കൊണ്ട് അവളുടെ മുഖത്ത് തന്നെ വെട്ടും. എന്നിട്ട് അപ്പോൾ അവൾ അങ്ങനെ താഴെ വീണതോ അവളിങ്ങനെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോഴേക്കും ബിയാൻ നല്ല ദേഷ്യത്തിൽ ഓടി വന്ന് ആ സൈനികനിട്ട് നല്ല അടിയടിച്ച് അവൻ്റെ ഹെൽമെറ്റ് എടുത്ത് അവൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ കുത്തി പൊളിക്കും. ഇതേ സമയത്ത് വേറൊരു സൈനികൻ റാഗ്നറിൻ്റെ മേലെ ഈട്ടിയും കൊണ്ടെറിയും. ആ ഈട്ടി അങ്ങനെ റാഗ്നറിൻ്റെ വയറിൻ്റെ വശത്ത് ഇങ്ങനെ തുളച്ച് കീറിയിട്ട് പോകും. പക്ഷേ എന്നാലും റാഗ്നറിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവിടെയുള്ള സൈനികരെയൊക്കെ റാഗ്നർ ഇങ്ങനെ വെട്ടി കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റാഗ്നർ മലയുടെ മുകളിലെത്തി. ഇപ്പോൾ കുന്തനത്തിൻ്റെ സഹോദരൻ മറഞ്ഞിരിക്കുന്ന ആ സ്ഥലം ലോർഡ് ആത്തൽവുൾഫും അദ്ദേഹത്തിൻ്റെ പടയാളികളും ചേർന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ കുന്തനത്തിൻ്റെ സഹോദരൻ്റെ സൈന്യത്തെ ലോർഡ് ആത്തൽവുൾഫ് ചുറ്റി വളഞ്ഞു കഴിഞ്ഞു. ഇവരെല്ലാവരും ഇങ്ങനെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കാരണം കൊണ്ട് അവരുടെ സൈന്യത്തിലെ ഓരോരോ സൈനികനും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ബ്രുഹൽഡിനെ രക്ഷിക്കാനായിട്ട്. ഇതൊക്കെ റാഗ്നറും ദൂരത്തിൽ നിന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം ആത്തൽവുൾഫിനെ നോക്കിയിട്ട് ഇങ്ങനെ കത്തും. പ്രിൻസ് ബ്രുഹൽഡിനെ മാത്രം ഒന്നും ചെയ്യേണ്ട എന്ന് പറയും. അതായത് കുന്തനത്തിൻ്റെ സഹോദരനെ മാത്രം കൊല്ലണ്ട, ജീവനോടുകൂടി പിടിക്കുക എന്നതുപോലെ പറയും. അപ്പോൾ ലോർഡ് ആത്തൽവുൾഫും അത് കേട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യത്തോട് ഇങ്ങനെ ആജ്ഞ കൊടുക്കും.
ഇപ്പോൾ അവസാനമായിട്ട് പ്രിൻസ് ബ്രൂഹൽഡിന് മനസ്സിലായി തനിക്ക് രക്ഷപ്പെടാനേ പറ്റില്ലെന്ന്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ കത്തും, മതിയാക്കൂ, ഞാനിനി യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിങ്ങനെ കീഴടങ്ങും. എവിടെ കിങ് എഗ്ബത്ത് ഏത്തലിസ്റ്റിനെയും ലഗാത്തെയും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലൊരു കുളമുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇതെല്ലാം കണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും, ഇത് റോമൻസിൻ്റെ കുളിമുറിയാണ് എന്ന് പറഞ്ഞ് ചുമരിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതെല്ലാം ലഗാത്ത കണ്ടിട്ട് അതിമനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ആരാണെന്ന് പറഞ്ഞ് ചോദിക്കും. ഇത് റോമൻസിൻ്റെ ദൈവമാണ്, അവിശ്വാസികളുടെ ദൈവം, നിങ്ങളുടെ ദൈവങ്ങളെ പോലെ തന്നെ ലഗാത്ത. അപ്പ ലഗാത്ത, ഇവർ ഞങ്ങളുടെ ദൈവങ്ങളെ പോലൊന്നുമല്ല, ഞങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെയും എന്നെയും പോലാണെന്ന് പറയും. എവിടെ കാത്തഗട്ടിൽ ആ വലിയ ഹാർബർഡ് എന്ന് പറയുന്ന ബർജൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു നാടോടിയാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം കുറേ കഥകളൊക്കെ പറയുമെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോടൊക്കെയാണെന്ന് വെച്ചാൽ ക്യൂൻ ആസ്ലോഗ്, ഹെൽഗ, സിഗി, ഇവർ രണ്ടുപേരും ഈ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ മുഴുകി നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിഗി മാത്രം അവനൊരു സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം അവിടെയുള്ള ആ കുഞ്ഞു വവ ഐവർ ഇങ്ങനെ വേദനിച്ചിട്ട് കാര്യം. അപ്പം തന്നെ ആസ്ലോഗ് അവൻ്റെ അടുത്തേക്ക് പോകും. അവളിങ്ങനെ അവനിങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കും. പക്ഷേ എന്നാലും ആസ്ലോഗിനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം തന്നെ ഉള്ളിലേക്ക് ഹാർബർഡ് വരും. വന്നിട്ട് ഐവറിൻ്റെ തലയിൽ തൊട്ടിട്ട് പറയും, ഐവർ കുഞ്ഞെ, വേദനയൊന്നുമില്ല, വേദനയെല്ലാം മായും, കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കും. വേദനകളൊന്നും ഇനി ഉണ്ടാവില്ല, നിൻ്റെ വേദനകൾ ഞാൻ ഉറക്കുന്നു, വേദനകളെല്ലാം പോയി പോയി എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞതും ഐവർ ഇങ്ങനെ കരച്ചിൽ ഇങ്ങനെ നിർത്തും. എന്നിട്ടിങ്ങനെ ഉറങ്ങും. ഇത് കാണുന്ന ക്യൂൻ ആസ്ലോഗിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, ഒരേ നെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കും. ഇവിടെ ലഗാത്ത എന്തിനാണ് ഇത്രയും വലിയ കുളിമുറി എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അപ്പോൾ ജൂഡിറ്റ്, റോമൻസ് കുളിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അവർ ഇവിടെ ചിലവഴിക്കുന്ന സമയം മുഴുവനും അവരുടെ സംസാര വിഷയം, അവരുടെ ജീവിത രീതി, അവരുടെ രാഷ്ട്രീയം, അവരുടെ രാജതന്ത്രങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയും. ഇപ്പോൾ കിങ് എഗ്ബത്ത് ലഗാത്തെയും ആത്ലസിനെയും തൻ്റെ ഒപ്പം ചേർന്ന് കുളത്തിൽ കുളിക്കാനായിട്ട് ക്ഷണിക്കും. അപ്പോൾ തന്നെ ജൂഡിറ്റും അവരുടെ കൂടെ ചേരും. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് ആ കുളത്തിൽ ഇങ്ങനെ കുളിക്കുകയാണ്. ഇപ്പോൾ കിങ് എഗ്ബത്ത് നമുക്ക് റോമൻസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് പറയും. അവരിവിടെ സൃഷ്ടിച്ചതെല്ലാം മണ്ണിലടിയിൽ ആണെങ്കിലും മറ്റൊരിടത്ത് റോമൻസ് പണിത വലിയൊരു നഗരമുണ്ട്. ഈ ഒരു ദിവസം വരെയും ആ നഗരത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ആ നഗരത്തിൻ്റെ പേരാണ് പാരീസ്. ഫ്രാങ്കിയ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്, അതായത് ഇപ്പോഴുള്ള ഫ്രാൻസ്. ചക്രവർത്തി ഷാലമെങ്ങിനൊപ്പം ഞാൻ ഒരിക്കൽ അവിടം സന്ദർശിച്ചിട്ടുണ്ട്. ലഗാത്ത, നീ ജീവിതത്തിൽ ഒരിക്കലും അതുപോലുള്ളൊരു നാടും നഗരവും കണ്ടു കാണില്ല. പറഞ്ഞു കൊടുക്കുക ആത്ലസ്റ്റൻ എന്ന് പറഞ്ഞതും ആത്ലസ്റ്റൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാനും ഒരിക്കൽ അവിടം സന്ദർശിച്ചിട്ടുണ്ട്. നദികൾക്ക് നടുവിലായൊരു ദ്വീപ് നഗരമാണിത്. നഗരത്തിന് ചുറ്റും മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കോട്ടമതിൽ. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അതൊരു സ്വപ്നം പോലായിരുന്നു, ഒരു സ്വപ്ന സമാന്യമായൊരു കാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും. ഇപ്പം ലഗാത്ത കിങ് എഗ്ബത്തിനോട് ആ നഗരത്തിലേക്ക് എത്ര ദൂരമുണ്ട്, നീണ്ടുകിടക്കുന്ന നദിയുടെ മറുവശത്തായിട്ടാണ് ആ നഗരം എന്ന് പറഞ്ഞ് ലഗാത്ത ഇങ്ങനെ കിങ് എഗ്ബത്തിന് ഇങ്ങനെ ഉമ്മ വയ്ക്കും. ഇതിപ്പോൾ അവിടെയുള്ള ആത്ലസിനും ജൂഡിറ്റിനും കാണാം. അപ്പോൾ ജൂഡിറ്റ് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് പോകും. അപ്പോൾ തന്നെ പിന്നാലെ തന്നെ ആത്ലസിനും പോകും. ഇപ്പോൾ കിങ് എഗ്ബത്തും ലഗാത്തയും കൂടെ ഇങ്ങനെ റൊമാൻറ്റിക് ആവും. ജൂഡിറ്റ് എണീറ്റ് പോയതും പിന്നാലെ തന്നെ ആത്ലസിനും ഒപ്പം എണീറ്റ് പോയല്ലോ. ഇപ്പോൾ ജൂഡിറ്റിനോട് പോയിട്ട് എന്തിനാണ് ഇതുപോലെ ഇങ്ങനെ എണീറ്റ് പോയത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അപ്പം പറയും, നമ്മൾ രണ്ടുപേരുടെ ഇടയിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവർ ആ കുളത്തിൽ ഇരിക്കുമ്പോൾ അവരെ പോലെ തന്നെ അവർ രണ്ടുപേരെയും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാത്തിനും കാരണം ഞാനാണ്. ഞാൻ വിവാഹം കഴിഞ്ഞു, ഞാൻ വിവാഹിതയാണ്, എൻ്റെ വയറിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്, ഞാനൊരു ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരുടെ ഉള്ളിലും ഒരു പ്രേമമുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് നടന്ന യുദ്ധം കാരണം കൊണ്ട് ഇവരുടെ ഭാഗത്തും കുറേ പേര് വീരമരണമായി. ട്രോസ്റ്റിനെ കാണാനായിട്ട് റാഗ്നർ ഇങ്ങനെ വരും. ട്രോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഫ്ലോക്കിയോ ഉണ്ട്. നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലോക്കി റാഗ്നറിനെ നോക്കിയിട്ട് പറയും, ഇത് നിൻ്റെ തെറ്റാണ് റാഗ്നർ. ഒന്നും സ്വന്തമാക്കാൻ ആഗ്രഹമില്ലാതെ വെറുതെയാണ് ട്രോസ്റ്റൻ മരിച്ചത്. അവൻ ഒന്നുമല്ലാതെ എന്തിനോ വേണ്ടി അനാവശ്യമായൊരു മരണമായി മാറി. ഇനിയും എത്ര പേരുടെ ജീവൻ കളയണം നിൻ്റെ ഈ ക്രിസ്ത്യൻ ദൈവത്തിനായി? അതോ ഇപ്പോൾ നിൻ്റെ ഹൃദയം നമ്മുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ ദൈവങ്ങളിലോട്ട് മാറിയോ? ഇതാണോ നിൻ്റെ കൂട്ടുകാരൻ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചത്? എന്നിട്ടിപ്പോൾ നോക്ക് നമ്മൾ എവിടെയാണുള്ളതെന്ന്. ഇംഗ്ലീഷുകാരുടെ ആകാശത്തിന് താഴെ കുറേ ശവങ്ങളും ചുമന്ന് എല്ലാ ജീവനും ജീസസ് ക്രിസ്റ്റിനായി ത്യാഗം നൽകി. അപ്പോൾ റാഗ്നർ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ആ ഒരു ദിവസം വരുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ട്രോസ്റ്റിനെ നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ ആരെയും തന്നെ ഞാൻ എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധിച്ചിട്ടില്ല. ഇവിടെ വരണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ട്രോസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഒരു ദിവസം എന്തായാലും ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടും.
അത് കാരണം കൊണ്ട് ഫ്ലോക്കി നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് റാഗ്നർ എണീറ്റ് പോകും. എണീറ്റ് പോയിട്ട് പൂറൂണിനെ പോയി കാണും. പൂറൂൺ മരിച്ചിട്ടില്ല, പക്ഷെ അവളുടെ മുഖത്തിൻ്റെ പകുതി പോയി. റാഗ്നർ ഇങ്ങനെ എണീറ്റ് പോയിട്ട് അവളെ പോയി കണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ, ബിയാൻ ഇതെൻ്റെ തെറ്റാണ്, എനിക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പം റാഗ്നർ, യുദ്ധത്തിൽ ചിലപ്പോൾ നമ്മൾ വിജയിക്കും, ചിലപ്പോൾ നമ്മൾ മരിക്കും, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബിയാൻ അവളുടെ വയറിൽ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ റാഗ്നറിന് നന്നായിട്ട് ദേഷ്യം വരും. എന്താണെന്ന് വെച്ചാൽ അവളൊരു ഗർഭിണിയാണ് എന്നുള്ള കാര്യം റാഗ്നറിനോട് പറഞ്ഞിട്ടില്ല. എടാ, എന്നിട്ട് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലേ, അവൾ മരിക്കും, ഒപ്പം അവളുടെ വയറിലുള്ള നിൻ്റെ കുഞ്ഞും മരിക്കും. ഇത് നിൻ്റെ തെറ്റ് മാത്രമാണ്. കാരണം ഒരു പുരുഷൻ്റെ ശക്തിയുള്ള ശരീരം നിനക്കുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് നീ ഒരു ചെറിയ പെൺകുട്ടി തന്നെയാണ്. നീ എൻ്റെ മകൻ തന്നെയാണോ? നിൻ്റെ മുഖം പോലും എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ റോളോ ബിയാണ്ട് അടുത്ത് വന്ന് അവൾ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾക്ക് ജീവിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കും. ഇപ്പോൾ റാഗ്നർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൊന്തനത്തിൻ്റെ സഹോദരൻ ബർഹൽഡ് വന്ന് റാഗ്നറിനോട് വന്ന് പറയും, സത്യത്തിൽ ഇതൊന്നും ഞാൻ വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല, ഞാനൊരു ചെറുപ്പക്കാരനാണ്, എൻ്റെ ഉപദേശകൻ എന്നെ ചതിച്ചാണ്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കിങ് റാഗ്നർ എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ റാഗ്നർ അവൻ്റെ തലയിൽ തന്നെ ഒന്ന് കൊടുത്തിട്ട്, ശരിടാ ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. എവിടെ വെക്സസിൽ നോർത്ത് അതായത് വൈക്കിങ്സ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കിങ് എഗ്ബത്ത് ഇങ്ങനെ വരും. വന്നിട്ട് പറയും, ഒരു സന്തോഷ വാർത്തയുണ്ട് ലഗാത്ത എന്ന് പറഞ്ഞ് പറയും, അതായത് മേഴ്സിയിൽ നമുക്ക് വിജയം, ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ മകൻ ആത്തൽവുൾഫ് ജീവനോടെയുണ്ട്, ഒപ്പം കിങ് റാഗ്നറും പിന്നെ നിങ്ങളുടെ മകനും. അപ്പം ലഗാത്ത, ഇതിൻ്റെ വിജയത്തിൻ്റെ ആഘോഷമായി ഞാൻ ഫ്രയാന് ബലി നൽകുന്നുണ്ട്. അപ്പോൾ ജോർജ്, എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ഇതിൻ്റെ ഒരു ഭാഗമാകാം എന്ന് പറഞ്ഞതും കിങ് എഗ്ബത്തും തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, ഇവരുടെ ഒപ്പം ഈ ചടങ്ങുകളിലൊക്കെ കൂടാമെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ അവരുടെ പ്രഭുക്കന്മാർ മൈ ലോർഡ് വേണ്ട വേണ്ട എന്ന് പറയാൻ വേണ്ടി വന്നതും കിങ് എഗ്ബത്ത് തിരിഞ്ഞൊരു നോട്ടം നോക്കിയതും അവരെല്ലാവരും നിശബ്ദമാവും. ഇന്ന് രാത്രിയിൽ ഇവരെല്ലാവരും ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ്, നോർത്ത് വൈക്കിങ്സിൻ്റെ ബലിച്ചടങ്ങുകളൊക്കെ കാണാനായിട്ട്. ഇവിടെ കാത്തകെട്ടിൽ ഒരാൾ തോണിയും കൊണ്ട് മീൻ പിടിക്കാൻ പോയതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലയിൽ 2 ചെറിയ കുട്ടികളുടെ മൃതദേഹം വന്ന് പേടും. അപ്പോൾ തന്നെ അദ്ദേഹം ഗ്രാമത്തിനുള്ളിൽ അവരെങ്ങനെ കൊണ്ടുവന്നതും ഇപ്പോൾ ജനങ്ങളെല്ലാവരും അവിടെ കൂടും. ഇപ്പോൾ പെട്ടെന്ന് ആ 2 കുട്ടികളുടെ അമ്മമാരിങ്ങനെ വന്നിട്ട് ആ കുച്ചികളെ കണ്ടിട്ട് ഇങ്ങനെ കരയും. അവിടെ തന്നെ ക്യൂൻ ആസ്ലോഗ്, ഹെൽഗ, സിഗിയും ഉള്ളത്. ഇപ്പോൾ സിഗി അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ തന്നെയാണ് ഇപ്പോൾ ഹർബാഡൻ എന്ന് പറയുന്ന ആളുള്ളത്. ഇപ്പോൾ ഈ ഹർബാഡൻ ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന. ഈ കാര്യങ്ങളൊക്കെ സിഗി മാത്രം എങ്ങനെ ശ്രദ്ധിക്കും. എവിടെ വെക്സസിൽ നോർത്ത് ജനങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ലഗാത്ത ഇങ്ങനെ പ്രാർത്ഥിക്കും, ഫ്രയാൻ കൃഷിയുടെ ദേവ, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, ഈ ബലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കാളയെ ഇങ്ങനെ ബലി കൊടുക്കും. എന്നിട്ട് ആ കാളയുടെ ചോര അവരുടെ ദൈവങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ട് ലഗാത്തയുടെ മേലെ ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് അവരുടെ കൃഷി ചെയ്യുന്ന ആ ഭൂമിയിൽ രക്തത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ വിത്ത് വിതയ്ക്കും. ഇപ്പോൾ ഈ കിങ് എഗ്ബത്തും അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള പ്രഭുക്കന്മാരും ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കും. ഇപ്പോൾ അവരെല്ലാവരും എന്തോ പോലാവും. ആ പ്രഭുക്കന്മാർ പറയും കിങ് എഗ്ബത്തിനോട്, മൈ ലോർഡ്, ഇതെല്ലാം നമ്മുടെ ദൈവത്തിനെതിരാണ്, ഇവരുടെ ഈ വ്യാജ ദൈവങ്ങളും ഈ പ്രകൃതി ചടങ്ങുകളും വേണ്ടെന്ന് വെക്കാത്ത പക്ഷം ഒരു നിമിഷം പോലും നമ്മളിവരെ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ കിങ് എഗ്ബത്താണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എവിടെ സിഗി സീറിൻ്റെ അടുത്ത് പോകും. ഒരു അപരിചിതൻ കാത്തകെട്ടിൽ എത്തിയിരിക്കുന്നു. അയാളുടെ പേര് ഹർബാഡ് എന്നാണ്. അയാൾ ഒരു മാന്ത്രികനാണ്, എന്തോ ഒരു ശക്തിയുണ്ട്. അങ്ങനെ തോന്നാൻ കാരണം എന്താ? അയാൾ വരുന്നതിന് മുൻപ് അയാളെ ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അതായത് എന്നെ കൂടാതെ ക്യൂൻ ആസ്ലോഗ്, ഹെൽഗ, ഞങ്ങളെല്ലാവരും ഒരേ സ്വപ്നമാണ് കണ്ടത്. ക്യൂൻ ആസ്ലോഗിൻ്റെ മോൻ ഐവർ, അവൻ രോഗവേദനയിൽ അലറിക്കരഞ്ഞു. പക്ഷെ അയാൾ അവൻ്റെ വേദനകൾ എടുത്തു കളഞ്ഞു. പിന്നീട് കുഞ്ഞ് വീണ്ടും ഉറങ്ങി. അപ്പോൾ സീർ, ആ മനുഷ്യന് അത്തരത്തിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ തന്നെ അയാൾ അത് നല്ലതിന് വേണ്ടിയല്ലേ ഉപയോഗിച്ചത്? അതിൽ നിങ്ങൾക്ക് ഉറപ്പാണോ? ഇന്ന് 2 കുട്ടികൾ മരിച്ചു, മീൻ പിടിക്കാൻ പോയവരുടെ വലയിൽ കിട്ടി. അതെ, അത് ഞാനും അറിഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ മരണവുമായി അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ അയാൾ നിങ്ങളെ കൊല്ലുന്നതായി ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് മുൻകൂറായി അറിയില്ലേ? അപ്പോൾ സീർ, ഇല്ല, ഇതൊന്നും എനിക്ക് മുൻകൂറായി അറിയില്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആർക്കും തന്നെ കഴിയില്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചത്, അതെ സത്യമാണ്, നിങ്ങളെ ആർക്കും സഹായിക്കാൻ കഴിയില്ല എന്ന് പറയും. എവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. ഇനി അടുത്ത് എന്തൊരു വലിയൊരു സംഭവം നടക്കാൻ പോവാണ് എന്ന് മാത്രം നമുക്കറിയാം. ഈ അപരിചിതൻ ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം.